ഹൃദയത്തിൽ സ്നേഹത്തിലൊന്നായി ചെറുതിപ്പാടുക ഈശോയെ ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നെ ലയിച്ചിടട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കേട്ട വചനങ്ങൾ ഞങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. കഠിന വചനങ്ങൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ വചനം പാലിക്കുവാൻ നമ്മുടെ അടുത്ത് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. പ്രിയമുള്ളവരെ, ഈ വചനം കർത്താവ് നൽകിയ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ ആർക്കും തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ബൈബിൾ ജീവിക്കുന്നത് കഠിനമാണെന്ന്. അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, കഠിന വചനങ്ങൾ ചെയ്യുന്നവർ ഡെസ്പാകേണ്ട കാര്യമില്ല. കഠിന വചനങ്ങൾ ചെയ്യുന്നവർ ഡെസ്പാകേണ്ട കാര്യമില്ല. കഠിനമായ ചില വചനങ്ങൾ ജീവിച്ചതിൻ്റെ പേരിൽ നഷ്ടം വന്നവരുണ്ട്, ക്ലേശം, എക്സ്ട്രാ ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. അവർ ഡെസ്പാകണ്ട. അതെന്ത് ചെയ്യണം? അവർ നിത്യജീവന് വേണ്ടി അത് നീക്കി വെക്കണം. കാര്യം എന്താ? കഠിന വചനങ്ങൾ, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞുള്ള കേസില്ലേ, എന്താ കേസ്? അതായത് ഇപ്പോൾ മൂത്ത ചേച്ചി കല്യാണം കഴിച്ച് വിട്ടു, നടുവത്തെ ചേച്ചിയെ കല്യാണം കഴിച്ചപ്പോൾ കുടുംബം റപ്റ്റായി. നിൻ്റെ കല്യാണം വന്നപ്പോൾ അപ്പനമ്മയും മരിച്ചു. അപ്പം നീ 10 കൊല്ലം എന്തുണ്ട് നിനക്ക് ബാലൻസ്? മൂത്ത ചേച്ചി കുടുംബം വിറ്റ് കെട്ടിച്ച് വിട്ട ചേച്ചി വന്ന് തിരക്കണില്ല അപ്പനും അമ്മയും. അമ്മ കിടപ്പ. അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കട്ടിലാണ്. നിനക്ക് എന്ത് കിട്ടി ഈ ജീവിതത്തിൽ? കുടുംബത്തിൻ്റെ അടുത്ത് കെട്ടിച്ച് വിട്ട നടുവത്തെ ചേച്ചി തിരക്കണില്ല. അവിടെ മക്കളെ കാനഡയിൽ വിടാൻ വേണ്ടിയുള്ള തിരക്കാണ് അവർ. ഈ അപ്പനും അമ്മയും നിൻ്റെ മുതുകത്തായിരിക്കണത്. നിനക്കാണെങ്കിൽ വരുമാനം കുറവാണ്. അവരാരും ഇങ്ങോട്ട് വരണമില്ല. വല്ലപ്പോഴും വന്നിട്ട് 500 തന്നിട്ട് പോകും. ഇതാണ് നിൻ്റെ ജീവിതം. ഇതാണ് കഠിന പദമെന്ന് പറയണത്. എന്നിട്ട് നീ നിൻ്റെ സ്നേഹത്തോടെ ക്ഷമയോടെ നിൻ്റെ മാതാപിതാക്കന്മാരെ നോക്കിയ ദൈവപൈതലെ നിൻ്റെ പ്രതിഫലം. 6:35 എടുത്ത ലൂക്കാ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാ 6:35. എന്നാൽ നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഇതാണ് കഠിന പദങ്ങളെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പ്രതിഫലമില്ലാതെ നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ, എല്ലാം ഉണങ്ങണത് എണ്ണ കിട്ടാം, പാറ്റാപ്പുഴി കൊടുക്കണത് എന്തിനാണെന്ന് ഇരിക്കും. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നു. ഇവിടുന്ന് ഇത് കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നേടിയെടുത്തത് വേറെ ആൾക്കാർ. അപ്പോൾ നിനക്ക് ചില സമയത്ത് അപ്പനും അമ്മയും കൂട്ടുനിന്നിട്ടില്ല അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അപ്പനും അമ്മനും പ്രാകാൻ തോന്നും. ജീവിതകാലം മുഴുവൻ നീ രാവിലെ എഴുന്നേക്കണത് തന്നെ പ്രാഗിക്കാൻ എഴുന്നേക്കണത്. ദൈവത്തിലെ സ്വർഗം നിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നീ തിരിച്ചറിയാത്തത് വചനം അറിയാത്തത് കൊണ്ടാണ്. വചനം അറിയുന്ന വ്യക്തികൾ, അതായത് നിനക്കറിയാമല്ലോ, മക്കളുള്ളവരും മക്കളില്ലാത്തവരും അവസാനം ഒരുപോലെയാവും. കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും അവസാനം ഒരുപോലെയാവും. വസ്തുക്കളുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാകും. പക്ഷേ ഒരുപോലെ ആകണമ്പോഴേ ആടെ കൂടെയാണ് ദൈവം നിൽക്കണത്. ആർക്കാണ് ദൈവത്തെ അനുഭവിക്കാൻ പറ്റണത്? അവനാണ് കോടീശ്വരൻ എന്ന് പറയുന്നത്. അവൻ കൃപയുടെ കോടീശ്വരനാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഈശോ പറയും, നിങ്ങൾ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ അനീതി, വൈ കാൻറ്റ് യു സഫർ ഇൻജസ്റ്റിസ്? പത്തോസ് ചോദിക്കണം, അപ്പോൾ എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല? ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല.
നീ മാത്രം ദൈവമെന്നും. 1 കൊറിന്തോസ് 6:7. 1 കൊറിന്തോസ് 6:7. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ? Praise the Lord. ചില സമയത്ത് ദ്രോഹം ക്ഷമിക്കാനൊരു കൃപ കിട്ടും, വഞ്ചന സഹിക്കാനൊരു കൃപ കിട്ടും. ഇത് കൃപയാണ് ശരിക്കും, ദ്രോഹം ക്ഷമിക്കാനും വഞ്ചന സഹിക്കാനും. ഞാൻ ചില സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ച് പിരിയാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ ഞാൻ അവളോട് ചോദിക്കും, നീയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതാ അവൻ നിന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് പിന്നെ വരാതിരുന്നതാണ്? അടുത്തവരപ്പോൾ ചോദിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ നീയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതാ നിന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് അവൻ വരാതിരുന്നതാണ്? അത് എന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് അവൻ വരാതിരുന്നതാണ്. അവൻ്റെ അവിടെ അമ്മയുടെ വർത്തമാനമാണ് അയാൾ കേൾക്കണത്. അത് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് വചിരിക്കണം, കണ്ടാ, ഐ കാൻറ്റ് ഡു സഫറിങ് ജസ്റ്റിസ്. എൻ്റെ ദൈവത്തെ നിത്യതയുടെ കൊളുത്തപ്പെട്ടൊരു വിളക്ക് നിന്റെ ജീവിതത്തിൽ നിന് മുമ്പിൽ തെളിച്ച് വെച്ചിട്ട് കാണുന്നില്ലെങ്കിൽ നീ ബിബ്ലിക്കലി സ്പീക്കിംഗ് യു ആർ എ ബ്ലൈൻഡ് വുമൺ. മനസ്സിലായില്ലേ? നിത്യതയുടെ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന കർത്താവ് അനീതി സഹിക്കാൻ, ദ്രോഹം ക്ഷമിക്കാൻ ഒരവസരം, അത് നിത്യതയുടെ വിളക്കാണ്. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നീ അന്ധയാണെന്ന കർത്താവ് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് മുമ്പിൽ തെളിയപ്പെട്ടിരിക്കുന്ന നിത്യയുടെ വിളക്കുകൾ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ചർച്ചി പാടുക. എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. നീ എന്നോട് ഒരു ദിനാറയ്ക്ക് സമ്മതിച്ചതല്ലേ? നിൻ്റെ കൂലി വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. ആര് പറഞ്ഞാണത്? കർത്താവ് പറഞ്ഞാണ്. എന്ന് പറഞ്ഞതാണ്? ഇന്ന് കുർബാനയ്ക്ക് പറഞ്ഞാണ് അല്ലേ? അപ്പോൾ ചില സമയത്ത് നമ്മൾക്കാണ് തോന്നണത് അനീതിയാണെന്ന്. ദൈവം എനിക്ക് മക്കളെ തന്നില്ല, ദൈവം എനിക്ക് സ്നേഹമുള്ള ഭർത്താക്കന്മാർ തന്നില്ല, എനിക്ക് ശനിയാഴ്ച കാറും എടുത്തുകൊണ്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. നീ അനിയത്തിയെ നോക്കിയിരിക്കണേ. നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണത്? നിനക്ക് സ്നേഹമുള്ള ഭർത്താവിന് തന്നില്ല. അയാളുടെ മൊബൈൽ നോക്കുമ്പോൾ വേറെ ആൾക്കാരുടെ പേരൊക്കെയാണ് കേൾക്കുന്നത്. അയാൾക്ക് രാത്രിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തുനിന്ന് വിളിക്കണം കാണാം. ഇയാൾ ഏത് പണ്ടാരത്തിനെ വിളിക്കണം ദൈവത്തിന് അറിയാം. അപ്പോൾ നീ മോന്തം കയറ്റി വന്ന് നിൻ്റെ കൂടെ ഈ മനുഷ്യൻ്റെ കൂടെ കിടക്കുകയാണ് നീ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വിഷയങ്ങളെല്ലാം നിത്യതയോട് നിന്നെ അടുപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് പറയുന്നതാണ്, ഈ ഭർത്താവായാലും നാളെ മാഞ്ഞു പോകും. ഈ ഭൂമിയിലുള്ളതെല്ലാം മാഞ്ഞു പോകും. മാഞ്ഞു പോകാത്ത സ്നേഹത്തിനായി നീ ദാഹിക്കണമെന്ന് എന്നോട് പറയുകയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു ഹൃദയം വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, മാഞ്ഞു പോകാത്ത വസ്തുക്കളും മാഞ്ഞു പോകാത്ത വസ്തുക്കളും മാഞ്ഞു പോകാത്ത വ്യക്തികളും മാഞ്ഞു പോകാത്ത വ്യക്തികളും മാഞ്ഞു പോകാത്ത ജീവിതവും കണ്ടെത്തുവാൻ എന്നെ ഇന്നുള്ള കഷ്ടപ്പാടുകളെ സമീപിക്കുവാൻ അഭിഷേകം നമുക്ക് നൽകണമേ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈശോ ഈ ലോകത്തെ സങ്കടങ്ങളെ എടുത്തിട്ട് പറയും. എന്താ പറയണത്? 8:18 എടുത്ത റോമ 8:18 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. കഷ്ടതകളെ എന്ന് നിസ്സാരമാക്കുന്നു അന്ന് നീ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്തിരിക്കുന്നു. കഷ്ടതയില്ലെന്നല്ല പറയണത്. ഓരോ കഷ്ടതയെ ദൈവം അഡ്രസ്സ് ചെയ്യുന്ന രീതിയുണ്ട്. സ്വർഗത്തെ വെച്ച് വേണം കഷ്ടതയെ അഡ്രസ്സ് ചെയ്യാൻ. എങ്ങനെയാണ്?
എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരമാണ്. അതായത് നമ്മൾ കഷ്ടതയുണ്ട്. നമുക്ക് എന്താ കാര്യം? സ്നേഹിക്കാത്ത ഭാര്യ, അല്ലെങ്കിൽ സ്നേഹിക്കാത്ത നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയെ മനസ്സിലാക്കാത്ത ജീവിത പങ്കാളി, മക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് പനി വന്നാൽ പോലും മക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരുടനെ ഇപ്പോൾ ചാകാൻ പോണ പോലുള്ള അഭിപ്രായം കാണിച്ച് മമ്മി നോക്കിയില്ല, പപ്പ നോക്കിയില്ല. ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിന് പോയ ആൾക്കാരുടെ നിലവിളി കേൾക്കണം ഫോണിൽ. എന്ത് പരിപാടിയാണ്? നിങ്ങൾക്ക് എൻ്റെ കാശ് മാത്രം മതി, എനിക്ക് അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണില്ല. അമ്മയുടെ പാസ്പോർട്ട് എടുത്തിട്ട് ഇപ്പോഴാണേ 6-ാം മാസമോ 7-ാം മാസം ആയപ്പോഴാണ് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നേ. കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള പെൺപിള്ളേർ പ്രസവിക്കാറുണ്ട്. നമുക്ക് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മമ്മിയെയും കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ മറ്റേ മമ്മി ഉടക്കും, ഭർത്താവിൻ്റെ മമ്മി ഉടക്കും. അപ്പോൾ ഈ 2 കക്ഷിയെ കെട്ടിയെടുത്തില്ലെങ്കിൽ നമുക്ക് 3.5 ലക്ഷം രൂപ ലാഭം. അതിനിവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ശരിയാവുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് പാസ്പോർട്ട് എടുക്കാൻ ഓർഡർ. ഇപ്പോഴാണ് പാസ്പോർട്ട് എടുക്കാൻ ഓർഡർ, മമ്മിക്ക് പാസ്പോർട്ട് എടുക്കാൻ ഓർഡർ. പക്ഷേ അത് ഇപ്പം നിനക്ക് എൻ്റെ ആവശ്യം ഉണ്ടായപ്പോഴല്ലേ എൻ്റെ പാസ്പോർട്ടും ഫോട്ടോയൊക്കെ തിരക്കണമെന്ന് മമ്മി ചോദിക്കുക. അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി മമ്മിയുടെ വാപത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കഷ്ടപ്പാടെന്ന് അറിയണ്ടല്ലോ, കാശ് മാത്രം മതിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തെറ്റ് മറച്ച് വെച്ചുകൊണ്ട് മമ്മിയുടെ തെറ്റ് ഊതിക്കത്തിച്ചിട്ട് സ്കൂട്ടാകണ പരിപാടി. മകളെ എവിടം വരെ ഓടും? ഓന്തോടിയ വെയില് വരെ. ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഓടണമെന്ന് ഓർത്തേക്കണം. സത്യസന്ധമല്ലാത്തൊരു വർത്തമാനം പറയരുത്. വിശുദ്ധമായ അധരങ്ങളുണ്ടായാൽ ഉടമ്പടി നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ശ്രദ്ധിക്കട്ടെ. നിസാരമാ നീറുദുഃഖങ്ങൾ നിസാരമാ നാളെ വരുന്ന മഹിമയുള്ള ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ നാളെ വരുന്ന മഹിമയുള്ള ഇന്നിൻ ദുഃഖങ്ങൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം കഠിന പദങ്ങളും കഠിന അനുഭവങ്ങളും സുവിശേഷ വിധമായി കൈകാര്യം ചെയ്യുമ്പോൾ നിനക്ക് 20 മാർക്ക് കിട്ടും. നിങ്ങൾ എപ്പോഴും ചെയ്യണം എങ്ങനെയെന്നറിയാവോ? ഇത് ചില ബുദ്ധിയും ബോധവും ഇല്ലാത്ത പിള്ളേരെ പോലെയാണ്. പരീക്ഷ പേപ്പർ കാണുമ്പോൾ തന്നെ മൊത്തം അങ്ങോട്ട് ഇരുന്ന് എഴുതാൻ തുടങ്ങും. പരീക്ഷ പേപ്പർ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ എടുത്ത് നമ്മുടെ ട്രെയിൻ പോണ പോലെ വന്ദേ ഭാരത് പോണ പോലെ ഒറ്റ പോക്കാണ് പരീക്ഷ എടുത്ത്. അതെന്താ സംഭവം? എഴുതി വന്നിട്ട് അവസാനം 2.5 മണിക്കൂർ പരീക്ഷയ്ക്ക് 1:45 കഴിഞ്ഞപ്പോഴും 60 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നോക്കിയപ്പോൾ എന്താ പറ്റിയതിരിക്കണത്? 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? എല്ലാ ചോദ്യങ്ങൾക്കും 2 മാർക്ക് 1 മാർക്കേ ഉള്ളു. ബാക്കിയുള്ള ചോദ്യം 2 ചോദ്യമുണ്ട്, 20 മാർക്കിൻ്റെ. ഈ 20 മാർക്കിൻ്റെ ചോദ്യം ആദ്യമേ എഴുതി വെച്ചെങ്കിൽ ഇപ്പോൾ ഇനി സമയവും തീർന്നു. ഇതാണ് ഈ പ്രശ്നം. മേജർ ഇഷ്യൂസും ലൈറ്റ് ഇഷ്യൂസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എൻ്റെ മക്കളെ ജീവിതത്തിൽ 20 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം, ഉത്തരം എഴുതിയിരിക്കണം. എന്ന് വെച്ചാൽ കഠിന പദങ്ങളാണ്, ക്രാക്ക് ചെയ്തിരിക്കണം. എല്ലാം നിങ്ങൾ സിമ്പിളാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലാം സിമ്പിളാക്കി തരും. നമ്മുടെ സമയം തീരുമ്പോഴേ നമുക്ക് നിത്യതയുടെ മാർക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടാകത്തില്ല. നമ്മുടെ 65 വയസ്സിലെ 70 വയസ്സിലെ നമ്മൾ ഗുഡ് ബൈ പെടുന്ന പോകുമ്പോൾ നോക്കുമ്പോൾ 1-2 മാർക്കിൻ്റെ കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. 10 രോഗികളെ കണ്ടു, കുറച്ച് പത്രം കൊടുത്തു, പിന്നെ അത്യാവശ്യം കുഞ്ഞു കാര്യങ്ങൾ, സൽപ്രവൃത്തികൾ. ശരി. പക്ഷെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ സുവിശേഷവിധമായി ജീവിക്കുക. ജീവിതത്തിലൊരു ചില ആൾക്കാർ, ഞാനൊരു അമ്മയെ ഒരു ദിവസം പരിചയപ്പെട്ടു. ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, ആർക്ക് 72 വയസ്സ് ഇപ്പോഴുണ്ട്. എന്നെ കണ്ടപ്പോഴും നിലവിളിച്ച് എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഈ അച്ഛനെ പോലെ ഇരുന്നേനെ വന്ന്. എന്ത് ഞാൻ പറഞ്ഞ് തീർന്ന് അവിടെ സമയം തീർന്ന്, അവിടെ സമയം തീരുകയാണ്, അവിടെ പരീക്ഷ തീരുകയാണ്. അവർക്ക് ഒറ്റയടിക്ക് ഒരു 50 മാർക്കിൻ്റെ ചോദ്യം ഉത്തരം എഴുതാനുള്ള സമയം കൊടുത്തു.
ഈ പാർട്ടി ഇപ്പോഴും ഉത്തരവെഴുതിയിട്ടില്ല. എന്താ പറയണത്? 72 അവർക്ക് മക്കളില്ല. 72ാമത്തെ വയസ്സ് എന്നെ കാണാൻ പറയുകയാണ്, എനിക്കൊരു മകനുണ്ടായെങ്കിൽ ഇപ്പം അച്ഛനെപ്പോലെ ഇരുന്നേനെ വന്ന്. ദാറ്റ് മീൻസ് ദൈവം എനിക്കത് തന്നില്ലെന്നാ പ്രശ്നം. എൻ്റെ ദൈവമേ, ദൈവം എന്ത് തന്നു? ആ തന്നത് കൊണ്ട് സംതൃപ്തിപ്പെട്ടാൽ അനുഗ്രഹമല്ല, ദാറ്റ് ഇസ് ഗ്രേസ്. അതാണ് കൃപ. കൈയിടിച്ച് കരുതാ അഭിഷേകം ചെയ്യണമേ. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുന്നവന് ഇവിടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, മക്കൾ ഇല്ലാത്തത്, മദ്യപാനിയായ ഭർത്താവ്, സ്നേഹിക്കാത്ത ഭാര്യ, അല്ലെങ്കിൽ എന്ത് വിഷയം, അമ്മയാകാം, മരുമകളാകാം, നമുക്ക് സ്നേഹം കിട്ടണില്ല. അതുകൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചില മരുമക്കൾ നമ്മളെ സ്നേഹിക്കണില്ല എന്ന് നമ്മൾ പ്രീ സപ്പോസ് ചെയ്തിരിക്കണം. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അതിന് വരെ എന്ത് ചെയ്യും? കെട്ടിച്ചുവിട്ട മകളുടെ കല്യാണം മുടക്കിക്കൊണ്ട് അവളെ വീട്ടിൽ വിളിച്ചു ചേർത്തു. പണിയേ അമ്മ. എങ്ങാനും കർത്താവ് ഇന്നാണ് വരണമെങ്കിൽ, നേരെ വരികയാണെങ്കിൽ പല അമ്മായിയമ്മമാരും കുടുങ്ങും, സത്യമായിട്ടും കുടുങ്ങും. കർത്താവ് ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല, കാലപ്പെടുത്തി നിലത്തിലടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കാണുമ്പോൾ തന്നെ. എന്താ കാര്യത്തിൽ നിങ്ങളെന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ മകളെ പിടിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ മകൻ്റെ കുറ്റം മുഴുവനും, മരുമകൻ്റെ കുറ്റം മുഴുവൻ പറഞ്ഞ് ഇവളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എത്ര പിശാചുക്കളാണെന്നറിയാവാ. ഇത്രയും നാൾ ഇത്രയും കുടുംബങ്ങൾ കലങ്ങിയതിൻ്റെ പിന്നിലെല്ലാം പെണ്ണിൻ്റെ അമ്മമാരുടെ റോള് ഭയങ്കരമാണ്. ഒരു സംശയമില്ല. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണിത് പറയണത്. ഇത്രയും കൗൺസിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 21 ലക്ഷം. എത്ര കാര്യം? അച്ഛനായപ്പോൾ തുടങ്ങിയ ജോലിയല്ലേ ഇത്? ഇപ്പം തുടങ്ങിയത് പുതിയതായിട്ട് ധ്യാനകേന്ദ്രം തുടങ്ങിയല്ലോ. ഇത് എത്ര വർഷമായി? 87 തുടങ്ങിയതാണ്. അതായത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ കൂദാശയ്ക്കെതിരെ ആര് സംസാരിച്ചാലും അവൾ അമ്മയുമല്ല അപ്പനുമല്ല. നിങ്ങൾ ആളെ തിരിച്ചറിയണം. സാത്താനാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കൂദാശയുടെ വില നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോൾ ഇന്നലെ എലിസബത്ത് ആൻ്റണി എന്താ ഇവിടെ സംസാരിച്ചത്? എൻ്റെ ഭർത്താവ് അവിശ്വാസിയാണ്. അവർ പറഞ്ഞില്ലേ, എൻ്റെ ഭർത്താവ് അവിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വാസമില്ല. പക്ഷേ അദ്ദേഹത്തിന് കോവിഡ് വന്നപ്പോൾ എൻ്റെ ബ്രദറ് ഉടമ്പടി എടുത്ത ആളാണ്. എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് ഉടമ്പടി തലം തന്നിട്ട് നെറ്റിക്ക് പൂശിയിട്ട് ഓൺലൈനിൽ വീഡിയോ കോളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ശ്വാസം കിട്ടണത് 48% മാത്രമേ എൻ്റെ ലങ്സ് വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ മരണത്തോട് അടുക്കിയിരുന്നു. അപ്പോൾ ഉടമ്പടി തലം തേച്ച് എൻ്റെ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സുഖപ്പെട്ടു. എനിക്ക് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് സുഖപ്പെട്ടു, പക്ഷേ നടക്കാൻ പറ്റണില്ല, പെട്ടെന്ന് വീഴും, തല ചുറ്റും. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് പോയി. അദ്ദേഹം പൊളിറ്റിക്കലിൽ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയും വലിയ ദുരന്തം സഹിക്കാൻ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ കർത്താവിൻ്റെ കണ്ണീരിട്ടു, കർത്താവെ എൻ്റെ ജീവിത പങ്കാളി തിരിച്ച് ജീവിതത്തിലേക്ക് വരണം. അപ്പോൾ അതിന് ഞാനെന്ത് ചെയ്തു? ഞാൻ ചെയ്തത്, കർത്താവെ നീ പറഞ്ഞിട്ടുണ്ട്, ആ സാക്ഷ്യങ്ങൾ കേൾക്കണം, അത് ഭയങ്കര റിച്ചാണ് ആ സാക്ഷ്യം. നീ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണ്. എന്താ അവരെ കോട്ട് ചെയ്യുക, വചനം കോട്ട് ചെയ്യും. എന്താ പറഞ്ഞാൽ കോട്ട് ചെയ്തിരിക്കണത്? മത്തായി ശ്രീകാട് സുവിശേഷം 19:5 എന്താ പറയണത്? ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണ്. ദൈവം യോജിപ്പിച്ചതാണ്, ഒരു ശരീരമാണ്, അവർ രണ്ടല്ല. അപ്പോൾ ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണെന്ന് അത് അവരെന്തിനാ പറഞ്ഞതെന്നറിയാവോ? എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല, എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കാലെ പെരട്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്. എന്നിട്ട് എൻ്റെ കാലെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് പെരട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാലുകൾക്ക് കർത്താവ് ശക്തി കൊടുത്തു, അതിൽ എഴുന്നേക്ക് നടന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ.
അവർ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതാണ് ഈ കൂദാശി എന്ന് പറയണത്. ഇന്ന് കൂദാശി എന്ന് പലപ്പോഴും നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് കൂദാശയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തെ മറന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ച് നിത്യതയെ വെറുത്ത് ചുമ്മാ മൃഗങ്ങളായിട്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിത പങ്കാളികൾ നമ്മുടെ ലോകത്തുണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. കാര്യം എന്താ? നിത്യത കൈവിട്ടു പോകും. നിത്യതയോട് അടുപ്പിച്ചത് എന്താണ്? കൂദാശ. ആ ചേച്ചി പറഞ്ഞത് എന്താണ് നിങ്ങൾക്കറിയാമല്ലോ. ഈ എലിസബത്ത് ആന്റണി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മിനിസ്റ്റർ എ കെ ആന്റണിയുടെ മുൻ മിനിസ്റ്റർ മന്ത്രി ബഹുമാനപ്പെട്ട എ കെ ആന്റണിയുടെ വൈഫാണ്. അവർ പറഞ്ഞ സാക്ഷികൾ കേൾക്കണം. എന്താ അവർ പറയണത്? എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല, പക്ഷേ ഞാനെന്താ സമീപിച്ചത്? കർത്താവിൻ്റെ വചനത്തിലാണ്. കർത്താവിൻ്റെ വചനത്തിൽ എന്താ പറയണത്? അവിശ്വാസിയായ ഭർത്താവ് എന്ത് ചെയ്യുന്ന പറയണത്? ഭാര്യ മുഖേന വിശുദ്ധ. അതാണ് ദൈവനിശ്ചയം. അതുപോലെ അവിശ്വാസിയായ നിങ്ങൾ ടേക്ക് ദ ബെഡഫോർഡ് 1 കൊറിന്തോസ് 17:14. കൊറിന്തോസ് 7:14. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ ഒറ്റ വിശ്വാസത്തിലെ ആ സ്ത്രീ വിശുദ്ധയാകുകയാണ്. കൈയിട്ടിച്ച് കർത്താവ് അതിന് താഴെ കമൻറ്റുകൾ വായിക്കണം. കർത്താവേ, ഇങ്ങനെ ഒരു സാക്ഷ്യം നീ എനിക്ക് തന്നെങ്കിലേ ഞാൻ നിനക്ക് വേണ്ടി സാക്ഷിയാകണമെന്ന്. നാളെ അവർ അറിയപ്പെടാൻ പോകുന്നത് ഭൂമിയിൽ നമ്മുടെ ഈ രാജ്യരക്ഷാ മന്ത്രിയുടെ ഭാര്യയായിട്ടല്ല. ആ അറിവെല്ലാം സിമിത്തിരിച്ച് തീരുകയാണ്. മനുഷ്യൻ അത് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് രാഷ്ട്രീയ ബന്ധത്തിൽ ചകഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ചർച്ചാവേദിയാക്കി ആ വിഷയം മാറ്റിയത്. ഞാനതിനകത്ത് ആ കക്ഷി ചേരാത്തതിൻ്റെ കാരണം എനിക്കറിയാം, അത് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഏറ്റവും വലിയ എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സാക്ഷ്യമാണ്. കാര്യം അതുപോലെ പറയണം, അവർ ജീവിച്ചിട്ടാണ് പറയണത്. എന്താണ്? എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം എന്താണ്? അദ്ദേഹം അവിശ്വാസിയാണ്, ഞാൻ ആരാണ്? വിശ്വാസിയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. അവിശ്വാസിയായ വ്യക്തി അവൻ്റെ അമ്മ മുഖേനയല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവിശ്വാസിയായ വ്യക്തി അവൻ്റെ അപ്പൻ മുഖേനയല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവിശ്വാസമായ വ്യക്തി അവൻ്റെ ജീവിത പങ്കാളി മുഖേനയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. കൈയിട്ടിച്ച് കർത്താവ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങൾ അവിശ്വാസിയാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവിശ്വാസ്യം മീൻസ് എന്താണ്? വിശ്വാസത്താൽ, അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ Ephesians 2:8 എന്താ പറയണത്? അതായത് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? വിശ്വാസം നമുക്ക് എന്താ തരണത്? കൃപയാണ് നൽകണത്, അല്ലേ? Ephesians 2:8 എന്താ പറയണത്? വിശ്വാസം വഴി പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം നമുക്ക് എന്താ തരണത്? കൃപ. അപ്പം കൃപ നമുക്ക് ലഭിക്കണത് എന്തിൽ നിന്നാണ്? എൻ്റെ സോഴ്സ് എന്താണ്? വിശ്വാസമാണ് സോഴ്സ് അതിൻ്റെ. അവിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നഷ്ടപ്പെടാൻ പോണത്? കൃപ എന്ന് വെച്ചാൽ നിത്യജീവൻ നഷ്ടപ്പെട്ടത് കൃപയുടെ അലംഭാവമോ ആഭാവമോ മൂലം നിങ്ങൾക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടാൽ അത് നേടാൻ നിൻ്റെ അമ്മയ്ക്കോ അപ്പനോ മക്കൾക്കോ ഒന്നുമില്ല. അതിൻ്റെ ചാൻസ് ആർക്കാ ഉള്ളത്? നിൻ്റെ ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളി വേർപെട്ടുകൊണ്ട് അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ നടക്കുന്ന കാണ്ടാമൃഗങ്ങൾ. ഞാൻ പറഞ്ഞ വചനങ്ങൾ കേൾക്കണം. ഇതിലൂടെ കർത്താവ് നിന്നോട് അന്ത്യമായിട്ട് നിനക്ക് ശാസനം നൽകുകയാണ്. അന്ത്യശാസനം എന്താ കാര്യം? നിന്നെ വിശുദ്ധീകരിക്കാൻ, നിൻ്റെ ആത്മാവ് വീണ്ടെടുക്കാൻ, നിന്നെ നിത്യത്തിലെ കർത്താവോട് ചേർക്കാൻ നിൻ്റെ അപ്പനോ അമ്മക്കോ മക്കൾക്കോ പറ്റത്തില്ല. നിന്നെ കൂദാശ ചെയ്തേൽപ്പിച്ച ദൈവത്തിന് മാത്രം പറ്റത്തുള്ളൂ. ആ ദൈവത്തിന് വചനം കേട്ടുകൊണ്ട് താമസിക്കുന്നവരെ അനുതപിച്ചുകൊണ്ട് തിരിച്ചു വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ശ്രുതിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ മേൽ ദൈവം കരുണയോടെ കടാക്ഷിക്കുന്ന സമയമാണ്. തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഇവിടെ വന്നിട്ടുള്ളവരും ഓൺലൈനിൽ ഈ ആരാധന കൂടുന്നവരും കർത്താവ് 2 സാമുവേൽ 5:23-5 പറഞ്ഞിരിക്കുന്ന പോലെ രക്ഷയും ജീവിത അഭിലാഷങ്ങളും നിത്യജീവനും അനുദിന ജീവിത ആവശ്യങ്ങളും കൃപയും അനുഗ്രഹവും എല്ലാം ഉടമ്പടിയുടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പെടുന്നതാണ്. അവ നേടാനുള്ള സമയമാണ് ആരാധന സമയം.
അച്ഛൻ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, അച്ഛൻ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, നിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയെ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈ അൾത്താറിയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ, അങ്ങേ കൈകൾ അങ്ങയുടെ അവകാശമോഹിനിയാകുന്ന കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട അവകാശമോഹിനിയാകുന്ന തിരുസഭയുടെ മേലെ ഈ സഭാ സമൂഹത്തിന് മേലെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉച്ചമുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥി ഞരമ്പുകളിലും ഞരമ്പുകളിലും യേശു ക്രിസ്തുവിന്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങള്, തീരവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. മഹത്വം, ആരാധന. മക്കളെ, ദൈവസ്നേഹത്തിൻ്റെ സമയമാണിത്. ഹൃദയത്തിൽ സ്നേഹം നിറയാൻ, മനസ്സിൽ വിശ്വാസം നിറയാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഉടമ്പടിക്ക് ചേർന്ന സൂക്ഷ്മത, ജീവിത സൂക്ഷ്മത പുലർത്താൻ വേണ്ടി കർത്താവിനോട് പ്രതിജ്ഞ ചെയ്യുക. ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും സമയമാണ്. കർത്താവെ, ഇപ്പോഴ് ആന്തരിക അവയവങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരള്, ലിവറ്, അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ, കുടലുകൾ, അൾസറ്, അരിസസ്, PCOD, അതുപോലെ രക്തം മാർന്നു പോകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ മക്കൾ ഇല്ലാത്തവർ, അടിവയറ്റിൽ ക്യാൻസർ ഉള്ളവർ, സിസ്റ്റുകളുള്ളവർ, ശിരസിൽ ഹാമറേജ് ഉള്ളവർ, അതുപോലെ തന്നെ ശിരസിൽ ബ്ലോക്ക് ഉള്ളവർ, ഇങ്ങനെ ഓരോ മനുഷ്യർക്ക് വേണ്ടി തളർന്ന് കിടക്കുന്നവരെ അവരെല്ലാം നിങ്ങൾ ഓർക്കുക. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, കരുണ തോന്നണമേ. അങ്ങനെ മുൾക്കിഴത്തെ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കളോട് കരുണ തോന്നണമേ. അങ്ങനെ തിരുവിതാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കളോട് കരുണ തോന്നണമേ. അങ്ങനെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് മക്കളോട് കരുണ തോന്നണമേ. നിന്നെ കുറിച്ച് യാത്ര ഓർത്തുകൊണ്ട് മക്കളോട് കരുണ തോന്നണമേ. നിന്നെ കുറിച്ച് തറഞ്ഞു കിടന്ന മരിഞ്ഞു തീർന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മക്കളോട് കരുണ തോന്നണമേ. നിന്നെ കുറിച്ച് മരണത്തിൽ നീ അനുഭവിച്ച വേദന ഓർത്തുകൊണ്ട് കരുണ തോന്നണമേ. യേശുക്രിസ്തുവിൻ്റെ കരുണയുടെ കൃപകൾ നിങ്ങൾ മേലെ ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. പാപത്തെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സിസ്റ്റുകൾ യേശുക്രിസ്തു നാമത്തിൽ, ക്യാൻസർ മാറുക യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യമാക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ മറ്റ് ജീവിത സാഹചര്യങ്ങൾ, മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, സാമ്പത്തിക ബാധ്യതയുള്ളവരെ, ഓഫർ ലെറ്റർ വന്നൊരു വിസ വരാത്തവരെ,
അതേസമയം തന്നെ അന്യരാജ്യങ്ങളിൽ ജയിലിൽ കുടുങ്ങിപ്പോയവരെ, അവിടെ സ്ഥലം കിട്ടാത്തവർ, വീട് കിട്ടാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, തിരിച്ചു പോരേണ്ടി വന്നിരിക്കുന്നവർ, നാട്ടിൽ തന്നെ ജോലി മുടങ്ങിപ്പോയവർ, ജോലി ഇല്ലാത്തവർ, സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്നവർ, തൊഴിൽ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ നഷ്ടപ്പെടാൻ പോകുന്നവർ, അതിന് വേണ്ടത്ര വരുമാനമില്ലാത്തവർ, ജീവിക്കാൻ മാർഗമില്ലാതെ വേദനിക്കുന്നവർ, ഈ നിമിഷം കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ, കർത്താവിൽ നടന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ, കർത്താവിൽ നടന്ന 16 ആരാധന ശക്തിയാൽ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ആരാധന. എല്ലാ ജീവിത തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ പോകുവാൻ എപ്പിലെപ്സി രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി, ഗർഭസ്ഥ ശിശുവിനുണ്ടായിരിക്കുന്ന ആന്തരിക വിഷയങ്ങൾ, ബെഡുണ്ടായി കിടക്കുന്ന ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഗർഭിണികൾ, അവരുടെ സുഖപ്രസവത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളെ ഓർത്ത് കുട്ടികളുടെ ഐസിയുവിൽ കിടക്കുന്ന അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പിരിയാൻ പോകുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും, ദൈവത്തിന് നിരക്കാത്ത ജീവിതത്തിലേക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടും വിശുദ്ധിയില്ലാത്തവരുടെയും ദൈവത്തെ മാനിക്കാത്തവരുടെയും പണക്കൊതിയന്മാരുടെയും കൊതിച്ചുകളുടെയും താല്പര്യങ്ങളെ കൊണ്ട് കൂദാശയെ അപമാനിക്കുന്നവരും കൂദാശ ജീവിതത്തെ അപമാനിക്കുന്നവരും അവരുടെ മാനസാന്തരം ഉൾപ്പെടെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവികമായ ഇടപെടലുകൾ നിന്നെ കണ്ണീരിൽ അടുത്തുന്ന ഓരോ വിഷയങ്ങളുടെ പേരും കർത്താവ് ഇടപെടുന്ന മാതാവ് മധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ ജീവിത തടസ്സങ്ങളും touch with the fire finger, suck with the precious blood, God increase His Spirit, and with the authority of the Catholic Church, the power of Jesus Christ, the tremendous of the Holy Priesthood, I bless us for you, the grace and peace and power and healing, the name of Jesus Christ, He's coming to judge for the living and dead, led by fire. Amen. Hallelujah, hallelujah, hallelujah. Aradhana, hallelujah. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. എല്ലാവരും മുട്ടേ നിൽക്കുക, കൈകൾ കൂപ്പി. കർത്താവിൻ്റെ കൃപയിൽ അഭിഷിക്തരായി നമ്മൾ നിൽക്കുന്ന സ്വർഗീയ നിമിഷമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോഴും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ, അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ ഇപ്പോഴും ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. മുട്ടേ നിൽക്കുക. ശിരസ് നമിച്ച് നമുക്കൊരു വികാരണനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ